ഗൈസ്, വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? ബാബി പറഞ്ഞേ. ഈ UAE എന്താണെന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത്. ഈ ഒരു മാപ്പിൽ കാണുന്ന കളർഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 7 സ്വതന്ത്ര സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ എമിറേറ്റ്സിന്റെ ഒരു ഫൗണ്ടേഷനാണ് UAE. അതിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് അബുദാബി, ഷാർജ, അജ്മാൻ, ദുബായ്, ഫുജൈറ, റസൽ ഖൈമ ആൻഡ് അമൽ ഖുവൈൻ. ഇതില് നമ്മൾ മെയിനായിട്ട് നമ്മുടെ യാത്രയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് സോ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് ദുബായിലാണ്. അതിന്റെ കൂടെ നമ്മൾ മറ്റ് ഏതൊക്കെ എമിറേറ്റ്സ് ടച്ച് ആവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ വ്ളോഗിൽ കണ്ട് നോക്കണം. ദുബായ് എത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയത് സൂഖ് അൽ മർഫ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഡെയ്റ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് ഡിസ്ട്രിക്ട്, ദുബായിലെ ഒരു ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിലെ ഒരു പ്ലേസ് ആണ്. സൂഖ് എന്ന് പറഞ്ഞാൽ തന്നെ അറബിക് വേർഡ്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മാർക്കറ്റ് അല്ലെങ്കിൽ ബസാർ എന്നാണ്. അപ്പൊ ഈ സൂഖ് അൽ മർഫ എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആണ് ദുബായിലുള്ള. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ആണ് നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാം. ഈ ഒരു സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പെയിന്റിങ്, അതേപോലെ ഈ വാളിലുള്ള ഒട്ടകത്തിന്റെ ഒക്കെ ചിത്രങ്ങള്, അത് ഈ നമ്മുടെ ഈ ഒരു രാത്രിയിലത്തെ ഈ ഒരു ലൈറ്റ്സിന്റെ ഇടയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്ലേസിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ട്രഡീഷണൽ ഐറ്റംസ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. കണ്ടോ ഈ ബാഗ്സ് ഒക്കെ കണ്ടോ, ദുബായിയുടെ സിഗ്നേച്ചർ ഐറ്റമായിട്ടുള്ള ഒട്ടകത്തിൻ്റെ ബാഗ്, പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അത് ഇത് അഫോർഡബിൾ ആണോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ വിസിറ്റേഴ്സിന് അഫോർഡബിൾ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും ഇവിടുന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ വന്നതല്ല, ജസ്റ്റ് ഈ ഒരു പ്ലേസ് കാണാൻ വന്നതാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് ഇത് കണ്ടോ. ഇതിൽ എന്താ പറയുക, ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും ഒരു അറേബ്യൻ ടച്ചുള്ള ഐറ്റമാണ്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഷോപ്പ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ ആക്ച്വലി ഇന്ന് എത്തിയപ്പോൾ തന്നെ ലേറ്റ് ഈവനിങ് ആയി. എന്നാലും ഈ രാത്രിയിൽ നമ്മളെ ഓരോ സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള ബിനീഷ്, പിന്നെ ബിനീഷിൻ്റെ കസിൻ ഉണ്ട് ബിനീഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ കോളേജിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷാനിദ്. ഇത്രയും പേരാണ് ഇപ്പോൾ നമ്മളെ കൂടെയുള്ളത്. സൂഖ് അൽ മർഫയിൽ ഇറങ്ങിയ ശേഷം നമ്മളെ ഇവരൊരു നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോയി. ദുബായ് ഡൗൺ ടൗൺ ഏരിയയിലൂടെയുള്ള ഒരു നൈറ്റ് ഡ്രൈവ്. ഇറ്റ് വാസ് അമേസിങ്. കാരണം നമ്മൾ ദുബായ് വന്ന ദിവസം തന്നെ ദുബായിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കാണുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. പിന്നെ ദുബായ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ നൈറ്റ് ലൈഫാണ്. ഈ ഒരു യാത്ര ബിനീഷേട്ടൻ നമുക്ക് തന്ന ബെസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ. കാരണം ഓറ വണ്ടിയിലാണ്, ഇത്രയും ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു റോഡിലൂടെ നമ്മളെ കൊണ്ടുവന്നത് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണാം. ബുർജ് ഖലീഫേൻ്റെ അവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് കണ്ടോ, ഒരു പക്ഷിന്റെ വിങ്സ് പോലെ. അതിന് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്റ്റാച്യു ആണ്, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോന് പോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ യാത്ര റാസൽ ഖൈമയിലുള്ള ജബൽ ജെയ്സ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ച മാപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ. UAEയിലുള്ള 7 എമിറേറ്റ്സിൽ ഒന്നാണ് റാസൽ ഖൈമ. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ജബൽ ജെയ്സ് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മൗണ്ടെയിൻ ആണ്, പർവ്വതനിരകളാണ്. ആക്ച്വലി അത് ഒമാനിലും കൂടി വ്യാപിച്ച് കിടക്കുന്ന പർവ്വതങ്ങളാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഒമാനിൽ ഇങ്ങനത്തെ ഡെവലപ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. റാസൽ ഖൈമയിലാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള നിലക്കുള്ള എല്ലാ ഡെവലപ്മെന്റ്സും നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ദുബായ് വിട്ട് ഷാർജ ഒക്കെ ക്രോസ് ചെയ്ത് കുറെ ദൂരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ മരുഭൂമി പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലങ്ങൾ. ദുബായിലാണെങ്കിൽ മൊത്തം ഭയങ്കരമായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഫുൾ ആർക്കിടെക്ചേഴ്സും ഫുൾ ബിൽഡിങ്സും. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഫുൾ മരുഭൂമി. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 3-4 ഒട്ടകമൊക്കെ ഇങ്ങനെ വരിവരിയായി നടന്നു വന്നാൽ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് പാസ് ചെയ്ത് പോയി.
കാരണം നമ്മൾ അത്രയും സ്പീഡിലാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. വെറുതെ തള്ളല്ലേ, ആൾക്കാര്. നമ്മുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അവരാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് പ്രതിവായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. നമ്മളിപ്പം ഒരു മിലിറ്ററി ഏരിയ ആണ് കേട്ടോ പാസ് ചെയ്തത്. അപ്പോൾ സുറൂന് ഉണ്ടായിട്ടുള്ള, സുറു മീൻസ് ഞങ്ങളുടെ ഫ്രണ്ട്, അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഈ മിലിറ്ററി അവരുടെ ആ ഒരു റെസിഡൻസിന്റെ പുറത്തായിട്ട് കുറേ ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് ആ ഒരു ഭംഗി കണ്ടിട്ട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് ഇങ്ങനത്തെ ഒരു ഏരിയ ആണെന്ന്. അപ്പോൾ എന്നിട്ട് അവർ പുറത്ത് വന്ന് ഇവളെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് ഇവള് വല്ല ചാരയാണോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഫോട്ടോസൊക്കെ നോക്കി, എന്തിനെങ്കിലും വേറെ എന്തെങ്കിലും വന്നാണോ. അങ്ങനെ കുറേ ഇവള് സംസാരിച്ചതാക്കാൻ നോക്കി. അവസാനം ഉള്ളിൽ നിന്നൊരു മലയാളി ഇറങ്ങി വന്നു. ഒത്തിരി സംസാരിച്ച് ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവളെ വെറുതെ വിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് ഒമാനിലും കൂടി വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങളാണെന്ന്. പക്ഷേ എങ്കിൽ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത് റാസൽ ഖൈമയിലാണ്. ഡെവലപ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ റോഡൊക്കെ ഈ പർവ്വതങ്ങൾക്കിടയിലൂടെ അതിന്റെ ടോപ്പിലോട്ട് എത്താനുള്ള റോഡാണ്. കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ഹെയർ പിൻ കേർവ്സ് ആയിരുന്നു. പിന്നെ നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. നമുക്കൊരു എക്സിറ്റ് മിസ്സായിട്ട് നമ്മൾ 1-2 തവണ സെയിം സ്പോട്ടിലൂടെ തന്നെ ചുറ്റി. കാണുമ്പോ അങ്ങനെ തോന്നില്ലേ? ഈ ഒരു സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് വേൾഡ്സ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത്. പക്ഷെ നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു പ്ലേസിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പം ഓൾറെഡി ദുബായിലൊക്കെ ഭയങ്കര തണുപ്പായിട്ടുള്ള വെതറാണ്. ഈ ജബൽ ജേസ് എന്ന് പറയുന്ന സ്ഥലം കമ്പാരിറ്റീവ്ലി തണുപ്പ് ഭയങ്കര കൂടുതലാണെന്നാണ് ഇവർ പറഞ്ഞത്. ആൻഡ് പൊതുവേ എല്ലാവരും ഇവിടെ വരുന്നത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അതായത് ഒരു നൈറ്റ് സ്റ്റേ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ ക്യാമ്പ് അടിച്ചിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് പൊതുവെ. അതായത് നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു പർവ്വതങ്ങളുണ്ടല്ലോ പ്രകൃതിദത്തമാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം ഒരു കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ച പോലെ തന്നെയല്ലേ കാണാൻ വേണ്ടി. നമ്മൾ ചില കർണാടകയിലൊക്കെയുള്ള ടെമ്പിൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനെ കൊത്തുപണികൾ കാണാം. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സൂക്ഷിച്ചു വായിക്കാം. അവിടെ കണ്ടോ ഈ മലേന്റെ ഇടയിൽ ഒരു റിസോർട്ട് പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടോ? അങ്ങനെ ഫൈനലി നമ്മൾ എത്തിപ്പോയി. ഇതാണ് റാസൽ ഖൈമയിലുള്ള ജബൽ ജേസ് എന്ന് പറയുന്ന സ്ഥലം. ചുറ്റിലും ഇങ്ങനെ മലകളാണ് കാണുന്നത്. മലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മല പോലത്തെ മലയൊന്നുമല്ല. ഒട്ടും പുല്ലും പച്ചപ്പും ഒന്നും ഇല്ലാത്ത മലകളാണ്. ഇങ്ങനെ എന്താ പറയാ, കറക്റ്റ് മണ്ണിന്റെ കളറ് ആണ്. ഇങ്ങനെ കൊത്തി വെച്ച ശില്പം പോലെ ഇങ്ങനെ ചുറ്റിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പാട്ടാ. ഇപ്പം ദുബായില് തണുപ്പാണ്. പക്ഷെ അവിടത്തിൽ തന്നെ ഈ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല തണുത്ത കേട്ടാണ്. ഞാൻ ഇറങ്ങിയ നല്ല സ്വെറ്റർ ഇട്ട്, സ്വെറ്റർ ഇടാണ്ട് രക്ഷയില്ല. ഫിഷ് സ്വെറ്ററൊന്നല്ലാണ് നല്ല നൈസായിട്ട് നിൽക്കുന്നത്. ബാക്ക് പോയല്ലേ നിലയിൽ ഒരു മിനിറ്റ് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ റോഡുകൾ കാണാം. കുറെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് ഇരുന്ന് കാണാം കേട്ടോ. അടിപൊളി സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടെന്ന്. ഇതാണ് ശ്രുതി കേട്ടോ. ഇത് എൻ്റെ സിഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കോളേജിൽ. ഇപ്പൊ സുറു ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുബായിലേക്ക് ക്ഷണിക്കുന്നതാണ്. പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത്രയും വർഷം കഴിഞ്ഞ അപ്പോഴത്തേക്ക് സുറുവിന് 2 കുട്ടികളായിട്ട് നമ്മൾ ആദ്യത്തെ കുട്ടി. നമ്മൾ കുറെ കാലം എടുത്തു നമ്മൾ ഇത് സഫലമാവാൻ വേണ്ടിട്ട്. പിന്നെ സുറുവിന്റെ ഹസ്ബൻഡ് ഉണ്ട് പ്രതിവേട്ടൻ. ഓറ് നമുക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ പുള്ളി തന്നെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. നമുക്ക് പ്ലാനിലില്ലാത്ത സ്ഥലമാണ്. ഇന്ന് നമുക്ക് ആക്ച്വലി പ്ലാൻ ഉണ്ടായില്ല. നമ്മൾ സുറുവിന് വിട്ടുകൊടുത്തതാണ്. സുറു പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ റെഡിയാന്നിട്ട്. അപ്പോൾ അവർ നമ്മൾ ആക്ച്വലി ബസ്സിലും അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥലത്ത്, കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് അവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. പിന്നെ എന്തെന്ന് പറയാനുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച്? അത് ഞാൻ പറഞ്ഞു. അത് സുറു പറഞ്ഞായിരുന്നു, ഈ മലേന്റെ മുകളിൽ ആടുണ്ടാവുന്ന സുറു പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ അറേബ്യൻ സുറുവിന്റെ മോനെ ഇവിടെയാ പഠിക്കുന്നത്. അപ്പൊ അവന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ ബുക്ക് നോക്കിയിട്ട് ഇവള് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കോഫിയുമായി നടന്നു വരുന്നതാണ് സുറുവിന്റെ ഹസ്ബൻഡ്. ഒരു ഹായ് പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ കുറച്ചും കൂടി ഒരു ടോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ വ്യൂ പോയിന്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പോയി നോക്കാം. ശരിക്കും ഇത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഈ ഒരു പർവ്വതങ്ങളായാലും അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ റോഡ്സ് ആണെങ്കിലും എല്ലാം ശരിക്കും നമ്മുടെ ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിക്കവരും ഇവിടെ ക്യാമ്പിങ്ങിനാണ് വരുന്നതെന്ന്. ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയാ ടെന്റ് അടിച്ചിട്ട് നിൽക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ജബൽ ജസിലെ മറ്റൊരു സ്പോട്ടിലെത്തി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. നമുക്കപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ മണാലി റുത്തേൻ പാസിലെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫീല് വന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പം സ്നോ ഇല്ല. റുത്തേൻ പാസിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഫുള്ള് സ്നോ ആയിരിക്കും. പക്ഷേ ഈ ഒരു ജബൽ ജേസ് എന്ന് പറയുന്ന സ്ഥലവും ചില വർഷങ്ങളിൽ ജാനുവരി മന്തൊക്കെ സ്നോ ഉണ്ടായിരുന്നു. അവിടെ കണ്ടോ ഫ്ലാഗ്, ആ ഫ്ലാഗുള്ള സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് അവിടെ മേലൊക്കെ ആൾക്കാരെ കാണുന്നില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് വ്യൂ പോയിന്റ്. ഇവിടെ വന്നപ്പം മുതൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുത്ത് വിറക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളാരും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാവരും അത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ കിട്ടില്ല. ആക്ച്വലി ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അതിപ്പോൾ നിങ്ങൾ കാണുന്നതിലും ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഈ ഒരു വെളിച്ചത്തിൽ വീഡിയോയിൽ അത്രയും അങ്ങനെ പതിയാത്തതുകൊണ്ടാണ്. ശരിക്കും ഇവിടുന്ന് നേരിട്ട് നോക്കുമ്പം ഇറ്റ്സ് ലൈക്ക് മെസ്മറൈസിങ് വ്യൂ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. പ്രതീക്ഷിച്ചാലും അത്ര തണുപ്പാണ്. എനിക്ക് സെൻറ്ററിൽ തന്നെ ഭയങ്കര തണുക്കുന്നുണ്ട്. ബാബി എന്താ നോക്കുന്നേ? വിറക്കുന്നുണ്ട് നല്ല. I'm sorry for the change in the things I say. It's not that I. Okay, നമ്മളപ്പോൾ ആ വ്യൂ പോയിന്റിലൊക്കെ പോയി വ്യൂ ഒക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതാണ്.
ജബൽ ജേസ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് ആയിട്ട് തന്നെ ഞാൻ പറയും. പിന്നെ ദുബായ് ഒരു സിറ്റി ലൈഫ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത്രയും ദൂരം വരണമെന്നില്ല. അതല്ലാതെ ഇതുപോലത്തെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടു നോക്കണം. കാരണം ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ ഒരു സ്ഥലത്തിന്. ഞാൻ ഇതുവരെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ തിരിച്ചെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാറ് നല്ല പാർട്ടി. ഇവിടെ നല്ല ഗ്രിൽ ചിക്കനും ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് വരാം. നമ്മുടെ ഫ്രണ്ട് ഷാനിതും കൂടി ഡിന്നറിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷാനിക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ള കാരണം ജബൽ ജേസിൽ വരാൻ പറ്റിയില്ല. നമ്മൾ ഷാനിദിൻ്റെ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇന്ന് മുതൽ നമ്മൾ ഷാനീൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷാനിദിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അൽ നാദ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ അവൻ്റെ കൂടെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.